അയ്യോ ഞാനിപ്പോ ചാവേ. അയ്യോ മദ്യപിക്കുക ഇയാള് പിന്നെ അയ്യോ ശ്വാസം വലിച്ചേ. ശരിക്കും വലിക്ക്. വലിച്ചേ. തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. പിന്നെ അതേപോലെ ഒരു 3 തമിഴ്നാട്ടിലുണ്ട് സാറേ. എന്ത്? ഒരു ഭാര്യയും 2-3 പിള്ളേരും അവിടെ ഉണ്ട്. മതി കൂടുതലൊന്നും പറയണ്ട. അത് ശരി, താൻ ആള് ഗോപാലകൃഷ്ണൻ തന്നെയാണല്ലോ. അപ്പൊ ഗോപാലകൃഷ്ണ മരുന്ന് എഴുതരാ, കറക്റ്റായിട്ട് കഴിക്കണം. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഒരു 1.5 പെഗ് ചെവാൻ കുടിച്ച്. ഒരു 10-12 മണി കഴിഞ്ഞപ്പോ അപ്പോഴും കഴിച്ചൊരു 1.5 പെഗ്. പിന്നെ ഒരു ചെറിയ ഓട്ടം കിട്ടി ഒരു പട്ടാളക്കാരൻ തന്ന്, ഏത് മിലിറ്ററി ഒരു സാധനം തന്നു. അത് കുടിച്ചപ്പോൾ തുടങ്ങിയാണ് ഈ പണ്ടാറ വേദന എനിക്ക് തുടങ്ങിയത്. ഒന്നും പറയാൻ പറ്റൂല എന്താണെന്ന്. ഇനി നല്ല സാധനം കഴിച്ചതിൻ്റെയാണോ, ഇനി അധികം മുമ്പത്തെ സാധനം കഴിച്ചതിൻ്റെയാണോ, ഇനി ഇയാളുടെ ആന്തരാവയവങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടാ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ആ മാതിരി കുടിയല്ലേ കുടിക്കണേ. ഞാനിപ്പോ ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോ ചെറിയ വയറിളക്കം ഉണ്ടാവും ഇയാൾക്ക്. അത് നോക്കണ്ട, ലിവറൊക്കെ ഇല്ല ഇയാൾക്ക്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തോണ്ട് കിട്ടണ കാശിനെ കൊണ്ടുപോയി മദ്യം മേടിച്ച് കുടിക്കേണ്ട കാര്യം എന്താ? അപ്പൊ താൻ നന്നായ തന്റെ കുടുംബത്തിന് കൊള്ളാം. കെടുന്നു പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവൂല. ഈ ഗോവിന്ദൻ ചേട്ടന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചോളണം. ഒരിക്കലും വേറെ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി മരുന്നൊന്നും മേടിക്കരുത്. അവിടെയൊക്കെ പഴയ സ്റ്റോക്കുകളും വേറെ വല്ല സാധനങ്ങളൊക്കെ തന്നതും അസുഖം മാറൂല. അപ്പൊ ഗോവിന്ദന്റെ കടയിൽ തന്നെ മേടിച്ചോളണം. അവിടെ ഇത്തിരി വില കൂടും, പക്ഷെ നല്ല സാധനം കിട്ടും കേട്ടാ. ഞാനേ ഒരു സ്കാനിങ് കൂടി എഴുതുന്നുണ്ട്. ലിവറിന്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ നോക്കട്ടെ. ഒന്നും ഇല്ലാത്തതായിട്ടാണ് തോന്നണേ. ആ അമ്പലത്തിന്റെ അടുത്ത് ഒരു സ്കാൻ സെന്റർ ഉണ്ട്, അവിടെ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവൂല. ഇനി അവിടെ തുറന്നില്ല, ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് നിന്നൊക്കെ പറഞ്ഞ് ചെയ്ത് റിസൾട്ട് ആയിട്ടൊന്നും വലിച്ചെറിഞ്ഞ് ഞാൻ കളയും. ഞാൻ നോക്കൂല, അവിടെ തന്നെ ചെയ്തോളണം. അപ്പൊ എന്താ എന്ത് എന്താണെന്താ അതാ മെഡിക്കൽ ഷോപ്പ് പറഞ്ഞ് മനസ്സിലായിക്കോളും കേട്ടാ. താൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. മെഡിക്കൽ ഷോപ്പ് പറഞ്ഞ് മനസ്സിലായിക്കോളും. ഇപ്പൊ 500 മതി. ഇത് 2 ദിവസത്തേക്കുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് ആയിട്ട് വരുമ്പോ പിന്നെ വീണ്ടും 500 വരും കേട്ടാ.